ഹലോ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സിമ്പിളായിട്ട് നമുക്കൊരു ഫോണ്ടൻറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ കളർ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു പർപ്പിളും വൈറ്റും കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് വൈറ്റ് കളറൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ വിതറി കൊടുക്കുക. നമുക്ക് എളുപ്പം പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ, ഒട്ടും കനം പാടില്ല കേട്ടോ. നന്നായിട്ട് തിന്നായി കഴിഞ്ഞാൽ മാത്രം നമ്മുടെ റോസ് ഫ്ലവറിനെ നമുക്ക് ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഫോണ്ടൻ്റ് കട്ടർ കിട്ടും, അത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. 3 റൗണ്ടാണ് എനിക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് പർപ്പിൾ കളറും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ പൂവാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 10 റൗണ്ട് മതിയാവും. അപ്പോൾ 3 വൈറ്റും ബാക്കി 7 പർപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനെ കൊണ്ട്. അപ്പോൾ ഞാനിതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ വൈറ്റ് കളറാണ് നമുക്ക് സെൻറ്ററിലേക്ക് വരേണ്ടത്. അപ്പോൾ ആദ്യം വൈറ്റ് കളർ വേണം നമ്മൾ തുടക്കത്തിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളകി പോവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി ഒന്ന് കുടഞ്ഞതിന് ശേഷം ഇതേമേലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒട്ടി നമ്മളിങ്ങനെ വെക്കുന്ന ഭാഗം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ റൗണ്ട് ഷേപ്പ് ഈ ഫോണ്ടൻ്റ് ഇളകി പോവില്ല. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആദ്യം 3 വൈറ്റാണ് വെച്ചിരിക്കുന്നത്, സെൻറ്ററിൽ വരേണ്ടതായതുകൊണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പർപ്പിളും ഒട്ടിച്ചെടുക്കണം. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. ടോട്ടൽ 10 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 റൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലവറിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് ഒരു വര ഇട്ട് കൊടുക്കണം. പിന്നെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ചുരുട്ടി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒരുപാട് വണ്ണത്തിലല്ലാതെ ചുരുട്ടി ഇതേപോലെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ചുരുട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ആണോ, കറക്റ്റ് ലെവലിലാണോ ചുരുട്ടണമെന്ന് നോക്കണം. അവിടെ ഇവിടെയും കൂടാനും കുറയാനൊന്നും പാടില്ല, കറക്റ്റ് ലെവലിലെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഭാഗം ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ബ്രഷിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് എഡിബിൾ ഗ്ലൂ ഉണ്ടെച്ചെങ്കിൽ അത് വെച്ചായാലും ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് 2 റോസ് ഫ്ലവറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇനി നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ പോലെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പം ഇതേപോലെ നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ റോസ് ഫ്ലവർ പോലെ പുറകിലോട്ടൊന്ന് മടക്കി കൊടുക്കുക, ഒന്ന് വിടർത്തി മടക്കി കൊടുക്കണം. അപ്പോൾ ശരിക്കും റോസ് ഫ്ലവർ പോലെ തന്നെ ആവും. ഇപ്പം ഇത് ചെറുതായത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാത്ത, അതിൻ്റെ ആ ഒരു ഇത് കാണാത്ത. വലിയ ഫ്ലവർ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ശരിക്കും അത് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു കുഞ്ഞ് റോസ് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേത് നമുക്കങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഫോണ്ടൻ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡെക്കറേഷൻസിന് ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഒരുപാട് മെഷീൻസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ കട്ടർ ജസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കുപ്പിയുടെ അടപ്പ് അങ്ങനെയൊക്കെ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ അടുത്ത ഒരു കിടിലൻ ഫ്ലവർ റെസിപ്പി ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കമൻറ്റ്സ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്